ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആപ്പിൾ പിക്കിംഗ് വ്ളോഗാണ്. ഇവിടെ കാനഡയിൽ ഓട്ടം സീസൺ അല്ലെങ്കിൽ ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തു. സമ്മർ കഴിഞ്ഞിട്ടുള്ളൊരു സീസണാണ്. വെതറൊക്കെ ഒന്ന് കൂളായിട്ട് വരുന്ന ഒരു സീസണാണ്. അപ്പോൾ ഈ ടൈമിലാണ് ആപ്പിള് റൈപ്പൻ ആവുന്നത്. അപ്പോൾ ഫാമുകളിലൊക്കെ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആക്ടിവിറ്റിയാണ്. കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഉള്ളൊരു ആക്ടിവിറ്റിയാണിത്, ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫാമിൽ ആപ്പിൾ പിക്ക് ചെയ്യാൻ പറ്റും. ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഈ ഫാമിൽ ഒരു 40 വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു. നമുക്ക് പംകിൻ ഹാർവസ്റ്റ് ചെയ്യുന്ന സീസണും കൂടാണിത്. അപ്പോൾ പംകിനും നമുക്കിതുപോലെ ഫാമിലൊക്കെ വന്ന് ഇങ്ങനെ നോക്കി വാങ്ങാനും പറ്റും. കൂടുതലായിട്ടും കിഡ്സിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയും കൂടാണ്. ഈ ഫാമിൽ കൂടാതെ തന്നെ പെറ്റിംഗ് സൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്താ പറയുക, ഈ ഗോഡ്സ്, ചിക്കൻ, പോണി ഇങ്ങനത്തെ ഉള്ള കുറച്ച് ആനിമൽസൊക്കെ ഇവിടെ കാണും. കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ക്യൂരിയസ് അല്ലേ, അപ്പം അത് വെച്ചിട്ട് അവരുടെ കുറേ ആക്ടിവിറ്റീസ്, പിന്നെ ഹേ ജമ്പ്, ഹെയർ റൈഡ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പോൾ പിക്ക് ചെയ്യുന്ന കുറച്ച് ആപ്പിൾസിൻ്റെ പേര് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ആപ്പിൾ ടേസ്റ്റ് ചെയ്തു. അതാണ്ട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ മറ്റേ കച്ചിലില്ലേ, അതിൻ്റെ പുറത്ത് ചാടുന്ന അതൊക്കെ ഇവിടെ ഒരു ഗെയിം ആക്ടിവിറ്റി പോലാണ്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നും ഈ ഗോഡ്സും ഇതൊന്നും സിറ്റികളിലൊന്നും അത്ര കോമൺ ആയിട്ടുള്ളൊരു സംഭവമല്ല, വീടുകളിലൊന്നും ഇല്ല. കൺട്രി സൈഡിലൊക്കെ കാണും, ബട്ട് സിറ്റികളിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ കുറവായതുകൊണ്ട് കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചിക്കൻസും ഹോഴ്സും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അതും ഇവർ ഫാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഓർക്കിഡിൽ ആപ്പിൾ ഓർക്കിഡ് എന്ന് പറയുന്നത് ആപ്പിൾ ഫാം. അപ്പം അതിനുള്ളിൽ പോകണമെങ്കിൽ നടന്നും പോവാം, അല്ലെങ്കിൽ ട്രാക്ടർ പോലത്തെ ഉള്ള ഒരു വെഹിക്കിളിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഒരു വെഹിക്കിളിൽ കയറി നമുക്കിഷ്ടമുള്ള ഒരു ആപ്പിൾ വെറൈറ്റിയുടെ അടുത്ത് നമുക്ക് ഇറങ്ങാം, എന്നിട്ട് അത് പിക്ക് ചെയ്യാം. എല്ലാ ഓർക്കിഡിൻ്റെ ഇടയിൽ കൂടെ നടക്കാം, നമുക്കിഷ്ടമുള്ള ആപ്പിൾസ് പിക്ക് ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വാഗൺ ഇതിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വീണ്ടും അതിൽ കയറാം, എന്നിട്ട് വേറെ ഒരു ആപ്പിൾ വെറൈറ്റിയുടെ അടുത്ത് ഇറങ്ങാം, അത് പിക്ക് ചെയ്യാം. അങ്ങനൊരു സംഭവമാണ് ഈ ഫാമിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ വെറൈറ്റിയുടെ അടുത്തിറങ്ങി. സിൽക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിളാണ്. നമ്മൾ അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു യെല്ലോയിഷ് കളറാണ്, ഭയങ്കര യെല്ലോ അല്ല, ഒരു ലൈം യെല്ലോ എന്നൊക്കെ പറയത്തില്ല, യെല്ലോ ആപ്പിളാണ്. ടേസ്റ്റും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആപ്പിൾ ഞാൻ അങ്ങനത്തെ ആപ്പിൾ കഴിച്ചിട്ടില്ല ഇതുവരെ. ഭയങ്കര സ്വീറ്റാണ്, ഒട്ടും സവറല്ല. ഒരു പിയറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തരുന്നതായിട്ട് തോന്നി. അപ്പോൾ നമ്മളത് കുറച്ച് പിക്ക് ചെയ്തു. ഇവിടെ ആപ്പിൾ ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് അവർ ലാസ്റ്റ് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിനൊരു എമൗണ്ട് വാങ്ങിക്കും, അങ്ങനെയാണ്. പ്ലസ് ഇതിൻ്റെ ഒരു എൻട്രി ഫീ ഉണ്ട്. അപ്പം അവർക്കത് ഭയങ്കര വർക്കേഴ്സിനെയൊന്നും ഹയർ ചെയ്യേണ്ട, അവർ ആപ്പിൾ വിറ്റ് പോവുകയും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് ഒരു എക്സ്പീരിയൻസ് കൂടാണ്, നമുക്ക് ഇങ്ങനെ നല്ല ഫ്രഷ് ആപ്പിൾസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വേറെ കുറേ ഹണി ക്രിസ്പ്, ആംബ്രോസിയ, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ് കണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്തു. ബട്ട് ചിലതൊക്കെ ഫസ്റ്റ് ടൈം നമ്മളങ്ങനെ കഴിക്കുന്നത് പോലെ തോന്നി. പിന്നെ ചിലത് കോമൺ ആയിട്ടുള്ള ആപ്പിൾസാണ്. ഈ ഹണി ക്രിസ്പ് അത്ര സ്വീറ്റ്, പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നും. പിന്നെ നല്ല റെഡുമാണ്, ബട്ട് അത്രയും സ്വീറ്റ് അല്ലായിരുന്നു. ബട്ട് ഈ യെല്ലോ കളറ് ആപ്പിള് എനിക്ക് കുറച്ചും കൂടെ
സ്വീറ്റായിട്ട് തോന്നി. പിന്നെ ഈ റെഡ് നമുക്ക് ഈ മെറൂൺ റെഡ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്വീറ്റായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഇത് ഭയങ്കര സവറായിട്ടുള്ള ഒരു ആപ്പിളായിരുന്നു. സ്വീറ്റ് ആൻഡ് സവറായിരുന്നു. നമ്മൾ കോമൺ ആപ്പിളിനൊക്കെ ഉള്ള ഒരു ടേസ്റ്റേ ഉള്ളായിരുന്നുള്ളൂ. ബട്ട് അത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. വീണ്ടും വാഗൺ വന്നു. അപ്പം നമ്മൾ അതിനുള്ളിൽ കയറിയിട്ട് നെക്സ്റ്റ് വെറൈറ്റി ആപ്പിൾസിൻ്റെ അടുത്ത് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആപ്പിൾസ് പിക്ക് ചെയ്തു. നോർത്തേൺ സ്പൈ, മിയോം, പിന്നെ ജിഞ്ചർ ഗോൾഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റീസ് കണ്ടു. ഈ ജിഞ്ചർ ഗോൾഡ് നല്ല റൈപ്പനായിരുന്നു. കാരണം അതിൻ്റെ ക്രിസ്പിനെസ് പോയി. നല്ല പഴുക്കുമ്പോൾ ഒരു ഫ്രൂട്ട്സിനൊരു എന്താ പറയുക ഒരു ടെക്സ്ചർ മാറുമല്ലോ, ആ ഒരു രീതിയായിരുന്നു. ബട്ട് നല്ല ടേസ്റ്റായിരുന്നു അതിന്. എനിക്ക് തോന്നുന്നു റെഡ് ആപ്പിൾസിനേക്കാളും കളർ മറ്റേ യെല്ലോ അങ്ങനത്തെ കളേഴ്സ് കുറച്ചൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. ആപ്പിൾ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കോൺ മെയ്സിലോട്ടാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോണിൻ്റെ പാടം പോലുണ്ട്. അപ്പം ഇവിടെ കുട്ടികൾക്കായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് കോണിനുള്ളിൽ പോയിട്ട് കോൺ മെയ്സിനുള്ളിൽ പോയിട്ട് ഇങ്ങനെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നുള്ളൊരു സംഭവം, അതിനുള്ളിൽ പോയിട്ട് വഴി തെറ്റാതെ തിരിച്ചിറങ്ങി വരുന്നത് കണക്കൊരു കളിയുണ്ട്. അപ്പോൾ അത് മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വാഗൺ വന്നു. അങ്ങനെ വാഗണിൽ നമ്മൾ കയറി തിരിച്ച് ഫാമിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ട് പോവാണ്. ഇവിടെ ഒരു ചെറിയ കഫറ്റീരിയ പോലുണ്ട്. ഹോട്ട് കോൺസും പിന്നെ ഐസ്ക്രീം, ഡ്രിങ്ക്സൊക്കെ സെർവ് ചെയ്യുന്നൊരു സ്ഥലം. അതുപോലെ ടോയ്ലറ്റ്സ്, അങ്ങനെ ഫാമിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ട്രെയിലുണ്ടായിരുന്നു. ട്രെയിലിലാണ് പംകിൻ പാച്ച് ഉള്ളത്. ബട്ട് അവരവിടെ യുവർ ഓൺ റിസ്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനുള്ളിൽ പോയില്ല. പിന്നെ ഇവിടെ ഒരു സൺഫ്ലവർ ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് റാസ്ബെറി ഫീൽഡാണ്. ഇനി മാക്സിമം 1 വീക്ക് വരെയൊക്കെ സൺഫ്ലവർ കാണുള്ളൂ. കാരണം വെതർ ഇനി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റാസ്ബെറി ഫീൽഡാണ്. റാസ്ബെറിയും സ്ട്രോബെറിയും ഒക്കെ ഉള്ള ഫീൽഡാണ്. അത് സമ്മറിലായിരുന്നു. അതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. അതിനും ഇതുപോലെ പിക്കിംഗ് ഉണ്ട്. ഇത് ഫാമിൻ്റെ പ്രോഡക്റ്റ് സ്റ്റോറാണ്. നമ്മൾ പിക്ക് ചെയ്ത ആപ്പിൾ വെയിറ്റ് നോക്കി ഇവിടാണ് നമുക്ക് എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഓൾസോ ഇവരുടെ തന്നെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഫാം പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ഗോട്ട് മിൽക്ക് ഐസ്ക്രീം, പംകിൻസ്, ആപ്പിൾ സൈഡർ വിനിഗർ, ഇതൊക്കെ ഇവിടുന്ന് വാങ്ങാം. അപ്പോൾ അടിപൊളി ഒരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. Hope you guys also enjoyed. Thanks for watching.